നീണ്ട 13 വർഷത്തിന് ശേഷം ഒരു മേജർ ട്രോഫി കരസ്ഥമാക്കി ഇന്ത്യ മുന്നേറുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക 2020 വേൾഡ് കപ്പ് ഫൈനൽ മത്സരമായിരുന്നു. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ 7 റണ്ണിന് തോൽപ്പിച്ചുകൊണ്ട് കപ്പ് ഉയർത്തി. രോഹിത് ശർമ്മയുടെ നിർണായകമായ ക്യാപ്റ്റൻസിയിലൂടെ തന്നെയാണ് ഈ കപ്പ് ഉയർത്താൻ ഏറ്റവും മുന്നിൽ നിന്ന ഘടകം. രണ്ടാമത് വിരാട് കോഹ്ലിയുടെ അവസരോചിതമായിട്ടുള്ള ബാറ്റിംഗ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള 76 റണ്ണ്, അദ്ദേഹം ഉയർത്തിയ 76 റണ്ണ് വളരെ നിർണായകമായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്ക് 170, 180, 200 അടിച്ചിട്ട് സൗത്ത് ആഫ്രിക്കയുടെ മുമ്പിൽ ഒന്നുമാകില്ല. കാരണം സൗത്ത് ആഫ്രിക്കയിൽ അത്രത്തോളം കരുത്തുറ്റ ബാറ്റർമാരുണ്ട്. 10 ബോളിൽ 30 റണ്ണ് കഴിയുന്ന, 10 ബോളിൽ 40 ബോൾ കഴിയുന്ന, അല്ലെങ്കിൽ 20 ബോളിൽ 50 അടിക്കുന്ന ബാറ്റ്സ്മാൻമാരുള്ള ഒരു ബാറ്റിംഗ് നിരയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കുള്ളത്. അത് തന്നെയാണ് ഇന്നലെ കണ്ടതും. ഒരു സമയം 15ാമത്തെ ഓവർ കളി അവസാനിച്ചു എന്ന് വരെ വിചാരിച്ച് TV ഓഫ് ചെയ്തവർ കാണും. പക്ഷേ അവിടെ നിന്നും ജാക്സൺ ബുംറയും ഹർദിക് പാണ്ഡ്യയും തിരിച്ചു കൊണ്ടുവന്നു.